ദീനിന് താൻ ജീവിക്കുന്ന ലോകത്ത്, താൻ ജീവിക്കുന്ന പരിസരത്ത്, താൻ ജീവിക്കുന്ന നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുള്ള ജീവിതം നമുക്ക് പ്രയാസകരമായി മാറിയാൽ, നമുക്കത് ആയാസകരമായി മാറിയാൽ, അവിടെ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ സുഖസൗകര്യാദികളിൽ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങി ജീവിക്കുക എന്നല്ല, മറിച്ച് ദീനിന് ഭീഷണി നേരിട്ടാൽ അവിടെ അള്ളിപ്പിടിച്ച് കിടക്കാതെ, ദീനിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ, നാടും സൗകര്യങ്ങളും സമ്പത്തും വിട്ട് ദീൻ മുറുകെ പിടിക്കാൻ വേണ്ടി ഹിജറ ചെയ്താൽ അവിടെ വൻ വിജയമാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന മഹത്തായ മെസ്സേജ് പരിശുദ്ധ ഹിജറ നമുക്ക് കൈമാറുന്നുണ്ട്. വർത്തമാനകാലത്ത് ആ സന്ദേശം വളരെ പ്രധാനമാണ്. നമുക്കൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദീനനുസരിച്ചുള്ള ജീവിതം പ്രയാസകരമാവുകയാണ്. നാട്ടിൽ പ്രയാസമാണ്, രാജ്യത്ത് ബുദ്ധിമുട്ടാണ്, സ്റ്റേറ്റിൽ വ്യവസ്ഥിതികൾ തന്നെ നമ്മുടെ മതത്തിൻ്റെ താല്പര്യങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്ന മതകീയമായ അവകാശങ്ങളെ തന്നെ അട്ടിമറിച്ച് പൊതു ഇടങ്ങളിൽ മതത്തിന് സ്ഥാനമില്ല എന്ന് അധികാര കേന്ദ്രങ്ങൾ പറയുന്നിടത്താണ് എത്തി നിൽക്കുന്നത്. അത് പറയാൻ അവരെ ആരും അനുവദിച്ചിട്ടില്ല. മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോർണറിൽ ജീവിച്ച്, ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച്, ആ പ്രാദേശികതയുടെ മാത്രം പരിജ്ഞാനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വസിച്ച് അതാണെല്ലാം എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സങ്കുചിത വീക്ഷണക്കാർക്ക് അട്ടിമറിക്കാനാവുന്നതല്ല മതം. മതമെന്നത് ആഗോള പ്രതിഭാസമാണ്. ലോകത്ത് മതമേത് തന്നെ ആയിക്കൊള്ളട്ടെ, മതാടിസ്ഥാനത്തിലാണ് ലോകം വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ക്രൈസ്തവ മതമാകട്ടെ, ജൂതമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, മതമെന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യന്റെ പൊതുജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ലോകത്ത് സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ്. അതുകൊണ്ട് മതം പൊതു ഇടത്തിൽ പാടില്ല എന്നിടത്തേക്ക് നമ്മുടെ ആധുനിക സെക്യുലറിസം വളർന്നു കയറുകയും നമ്മുടെ മക്കൾ പൊതുവിദ്യാഭ്യാസം നേടുന്ന പള്ളിക്കൂടങ്ങളിൽ മതവിരുദ്ധമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് ആർക്കും അവഗണിക്കാനാവാത്തതും തകർക്കാനാവാത്തതുമായ മതമെന്ന് പറയുന്ന മഹനീയമായ പ്രത്യയശാസ്ത്രത്തിന് നേരിൽ അവർ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. പരാജയപ്പെടുകയുള്ളൂ. മതത്തിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ച ആരും വിജയിച്ചിട്ടില്ല. മതം ഒരു അനാവശ്യമാണെന്ന് പറഞ്ഞ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ വിപ്ലവം സൃഷ്ടിച്ചവർക്ക് പോലും മതത്തെ അവഗണിക്കാനാവാത്ത വിധത്തിൽ അവരുടെ സാമ്രാജ്യങ്ങൾ പോലും തകർന്ന്, ആ തകർന്നതിൻ്റെ ആ ഭൂമികയിൽ തന്നെ മതങ്ങൾ തഴച്ചു വളരുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ തുർക്കിയിൽ മതം തകർക്കാൻ ശ്രമിച്ചു, സോവിയറ്റ് റഷ്യയിൽ മതം തകർക്കാൻ ശ്രമിച്ചു, മതത്തിനിടമില്ലാത്ത ഏക സിവിൽ കോഡ് ഇവിടൊക്കെ നടപ്പാക്കി. പക്ഷെ ഇന്ന് തുർക്കി, ഇന്ന് റഷ്യ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. മതരാജ്യങ്ങൾ, മതബോധമുള്ള ജനതകള് രാഷ്ട്രങ്ങളായി വേറിട്ട് മാറിയ, അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തിയ, കുഴിച്ചുമൂടപ്പെട്ട മതത്തെ യൂറോപ്പിന്റെ നെഞ്ചകത്ത് തിരിച്ചു പിടിച്ച തുർക്കിയെ, റഷ്യയെ, സോവിയറ്റ് യൂണിയനെ കാണുമ്പോൾ മതത്തിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയവർ ഇന്ന് ഈ വെല്ലുവിളി നടത്തുന്നവരെക്കാളൊക്കെ എത്രയോ വമ്പന്മാർ, ബുദ്ധിജീവികൾ, മതത്തിനെതിരുള്ള പ്രത്യയശാസ്ത്രം ചമച്ചവർ, അവരൊക്കെ ഇവരെക്കാൾ 1000 മടങ്ങ് തലച്ചോറുള്ളവരാണ്, വലിയ ആസൂത്രണ പദ്ധതികളുള്ളവരാണ്. പക്ഷെ അവരുടെ പദ്ധതികളെയൊക്കെ ലോകം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. മതം പൊളിച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. മതത്തോട് കളിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ലോകചരിത്രം നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ കാലഗണനയ്ക്ക് 12 മാസം എന്ന അള്ളാഹുവിൻ്റെ അലംഘനീയമായ ആദിമവിധിയെ ആർക്കും അതിലംഘിക്കാനാവാത്ത വിധം 12 മാസങ്ങളായി ലോകത്ത് കലണ്ടർ ഏതായാലും, സൗരമാകട്ടെ ചാന്ദ്രികമാകട്ടെ, ഏതായാലും കലണ്ടർ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് 12 മാസാടിസ്ഥാനത്തിൽ തന്നെയാണ്. ചന്ദ്രവർഷത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള നമ്മുടെ കേരളീയ മലയാള കലണ്ടറും 12 മാസമാണ്. ലോകത്തെവിടെയുമുള്ള കലണ്ടറുകളെല്ലാം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയമാണത്. മാറ്റാൻ ലോകം ശ്രമിക്കാതിരുന്നതല്ല. പക്ഷെ മാറ്റിയപ്പോൾ അവരുടെ പദ്ധതികൾ താളം തെറ്റിയതുകൊണ്ട് അവർ വീണ്ടും തിരുത്തേണ്ടി വന്നു എന്നാണ് ചരിത്രം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രകൃതിയെ അറിയുന്ന, പ്രപഞ്ചത്തെ സംവിധാനിച്ച, അതിൽ മാനവരാശിക്ക് വേണ്ടി കാലക്രമം വിധാനിച്ച അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ കാലത്തിൻ്റെ നിയന്താവ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ 12 ഷഹറ 12 മാസമാകുന്നു.
ഫി കിതാബില്ലാതവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മാസങ്ങളുടെ പ്രാധാന്യത്തെ, അത് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകളെ, അഥവാ സമയാധിഷ്ഠിതമായി അള്ളാഹു നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ, സമയപ്രക്രിയയ്ക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന കൈകടത്തലുകളെ, സമയത്തിൻ്റേതായ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ല, സമയത്തിൻ്റേതായ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിയന്ത്രിക്കുന്നു എന്നല്ല, സമയത്തെ ആധാരമാക്കിക്കൊണ്ട് അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ മാസങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിശ്ചയം. ഏതെങ്കിലും സമയത്തിന് സ്വന്തമായ എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നല്ല, ഏതെങ്കിലും ഒരു കാലത്തിന് സ്വന്തമായ ഒരു കഴിവുണ്ടെന്നല്ല. പക്ഷേ സമയവും കാലവും അള്ളാഹു നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്തിൻ്റെ സവിശേഷമായ സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ ഭാവിയെ, ഭാഗധേയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അംഗീകരിച്ചേ തീരൂ. അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുഹറം മാസം ആഗതമായി പരിശുദ്ധ ഇസ്ലാമിലെ കലണ്ടർ നിശ്ചയിക്കപ്പെട്ടപ്പോൾ ആ കലണ്ടറിന് ആധാരമാക്കേണ്ടത് ഇസ്ലാമിലെ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെക്കുറിച്ച് തലപുകഞ്ഞാലോചിച്ച് ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുത്തിയപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക കലണ്ടറിൻ്റെ ആധാരമായി നിർണയിച്ചത് ഇസ്ലാമിൻ്റെ ഹിജറയെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിജറ എന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും മാറി മാറി നമ്മളിലേക്ക് മടങ്ങിയെത്തുന്ന പുതുവർഷങ്ങളിൽ ഇസ്ലാമിക സമൂഹം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി എത്തി നോക്കേണ്ടുന്ന, അവർ വിലയിരുത്തേണ്ടുന്ന, അവർ പുറന്താളുകൾ മറിച്ചു നോക്കേണ്ടുന്ന, അവർ വായിച്ചും നിരീക്ഷിച്ചും ചിന്തിച്ചും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറയാണ് എന്ന് തീരുമാനിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണവുമൊക്കെ കലണ്ടറിൻ്റെ ആധാര ദിനമാക്കാമോ എന്ന ആലോചനകളൊക്കെ ഉണ്ടായപ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് കലണ്ടറിന് ആധാരമാക്കേണ്ടത് ഹിജറയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുലഫാക്കൾ അവരെ പിൻപറ്റുക എന്ന് വളരെ കൃത്യമായ നിലയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്. അവരുടെ നിലപാടുകൾ ബി അയ്യിഹിം ഇഖ്തദൈതും അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, നിങ്ങളവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നേർവഴിയിലൂടെ സഞ്ചരിക്കും, നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാനാകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസന്ദിഗ്ധമായ പ്രഖ്യാപനമാണെന്നിരിക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലാനന്തരം സഹാബാക്കൾ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു സുന്നത്ത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്ത് അംഗീകരിക്കുന്നതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രധാന ധാര. അതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ യഥാർത്ഥ പാരമ്പര്യമെന്ന് നമ്മളെല്ലാവരും അംഗീകരിച്ചു പോരുന്നവരാണ്. അതുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ ചര്യകൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചര്യയാണ്. കാരണം അവർ അസ്ഹാബി കന്നുജൂം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായിരുന്ന സച്ചരിതരായിരുന്ന എൻ്റെ ഖുലഫാക്കളുടെ 4 ഖലീഫമാരുടെ ആ ഖലീഫമാരുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക മുഹമ്മദ് മുസ്തഫ. അപ്പം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അത് മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോലും പിന്തുണയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ, ഖുലഫാക്കൾ, അവർ ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്ന സുന്നത്തെന്ന് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ചവരായ എൻ്റെ ഖുലഫാക്കളുടെ അവർക്കൊരു വഴികേടുമില്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ചര്യയും മുറുകെ പിടിക്കാൻ നമ്മോട് ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ചര്യകൾ നമ്മുടെ ചര്യയുടെ ഭാഗമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ തറാവീഹ് നമസ്കരിച്ചത് മുസ്ലിം ലോകത്ത് ഹറമുകളിലടക്കം 20 റക്അത്ത് എന്ന നിലയിൽ മുസ്ലിം ലോകം അത് അംഗീകരിക്കുന്നതിനൊരു കാരണം
മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ ചര്യ ഇസ്ലാമിക ചര്യയാണെന്നുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉറക്ക പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തെ അവഗണിച്ചുകൊണ്ട് അത് ഉമറല്ലേ എന്ന് ചോദിക്കാൻ മുസ്ലിം ലോകം തയ്യാറാകാത്തതിന് കാരണം ഉമറാണെങ്കിൽ അംഗീകരിക്കണമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഉമറാണെങ്കിൽ റളിയല്ലാഹു അൻഹു അംഗീകരിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ അതിനാധാരമായിട്ടുള്ളത്. അഥവാ പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ പഠിപ്പിച്ച ചര്യകളിലൂടെ മുന്നേറുമ്പോൾ തന്നെ അവിടുത്തെ ജീവിതത്തിൽ പരിപൂർണമായും പിൻപറ്റിയ, അല്പം പോലും അതിൽ വെള്ളം ചേർക്കാഞ്ഞ മഹാന്മാരായ ഖുലഫാ ഉർ-റാഷിദുകളുടെ ചര്യ എന്തോ ആ ചര്യ കൂടി ഇസ്ലാമിക ചര്യയായി അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി പിൻപറ്റുന്നവരാണ്. അങ്ങനെ പിൻപറ്റുമ്പോൾ നമ്മുടെ മുമ്പിൽ കലണ്ടറായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഹിജറ വർഷ കലണ്ടറാണെന്ന് വരുമ്പോൾ ഹിജറയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇസ്ലാമിക ലോകത്തിന് ഓരോ വർഷവും അനിവാര്യമെന്ന് പഠിപ്പിക്കുകയാണ്. ഹിജറയെ മറന്നുള്ള ഒരു ജീവിതം, ഹിജറ നൽകുന്ന സന്ദേശം മറന്നുള്ളൊരു ജീവിതം, ആ ജീവിതം ഇസ്ലാമിക സമൂഹത്തിന് അതേത് കാലത്തായാലും വരുത്തി വയ്ക്കുന്നത് അപരിഹാര്യമായ നഷ്ടമായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദീനിന് താൻ ജീവിക്കുന്ന ലോകത്ത്, താൻ ജീവിക്കുന്ന പരിസരത്ത്, താൻ ജീവിക്കുന്ന നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുള്ള ജീവിതം നമുക്ക് പ്രയാസകരമായി മാറിയാൽ, നമുക്കത് ആയാസകരമായി മാറിയാൽ, അവിടെ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ സുഖസൗകര്യാദികളിൽ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങി ജീവിക്കുക എന്നല്ല, മറിച്ച് ദീനിന് ഭീഷണി നേരിട്ടാൽ അവിടെ അള്ളിപ്പിടിച്ച് കിടക്കാതെ, ദീനിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാതെ, നാടും സൗകര്യങ്ങളും സമ്പത്തും വിട്ട് ദീൻ മുറുകെ പിടിക്കാൻ വേണ്ടി ഹിജറ ചെയ്താൽ അവിടെ വൻ വിജയമാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന മഹത്തായ മെസ്സേജ് പരിശുദ്ധ ഹിജറ നമുക്ക് കൈമാറുന്നുണ്ട്. വർത്തമാനകാലത്ത് ആ സന്ദേശം വളരെ പ്രധാനമാണ്. നമുക്കൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദീനനുസരിച്ചുള്ള ജീവിതം പ്രയാസകരമാവുകയാണ്. നാട്ടിൽ പ്രയാസമാണ്, രാജ്യത്ത് ബുദ്ധിമുട്ടാണ്, സ്റ്റേറ്റിൽ വ്യവസ്ഥിതികൾ തന്നെ നമ്മുടെ മതത്തിൻ്റെ താല്പര്യങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്ന മതകീയമായ അവകാശങ്ങളെ തന്നെ അട്ടിമറിച്ച് മതം പൊതു ഇടങ്ങളിൽ മതത്തിന് സ്ഥാനമില്ല എന്ന് അധികാര കേന്ദ്രങ്ങൾ പറയുന്നിടത്താണ് എത്തി നിൽക്കുന്നത്. അത് പറയാൻ അവരെ ആരും അനുവദിച്ചിട്ടില്ല. മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോർണറിൽ ജീവിച്ച്, ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച്, ആ പ്രാദേശികതയുടെ മാത്രം പരിജ്ഞാനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വസിച്ച് അതാണെല്ലാം എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സങ്കുചിത വീക്ഷണക്കാർക്ക് അട്ടിമറിക്കാനാവുന്നതല്ല മതം. മതമെന്നത് ആഗോള പ്രതിഭാസമാണ്. ലോകത്ത് മതമേത് തന്നെ ആയിക്കൊള്ളട്ടെ, മതാടിസ്ഥാനത്തിലാണ് ലോകം വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ക്രൈസ്തവ മതമാകട്ടെ, ജൂതമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, മതമെന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ലോകത്ത് സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ്. അതുകൊണ്ട് മതം പൊതു ഇടത്തിൽ പാടില്ല എന്നിടത്തേക്ക് നമ്മുടെ ആധുനിക സെക്യുലറിസം വളർന്നു കയറുകയും നമ്മുടെ മക്കൾ പൊതുവിദ്യാഭ്യാസം നേടുന്ന പള്ളിക്കൂടങ്ങളിൽ മതവിരുദ്ധമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തെ ആർക്കും അവഗണിക്കാനാവാത്തതും തകർക്കാനാവാത്തതുമായ മതമെന്ന് പറയുന്ന മഹനീയമായ പ്രത്യയശാസ്ത്രത്തിന് നേരിൽ അവർ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, പരാജയപ്പെടുകയുള്ളൂ. മതത്തിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ച ആരും വിജയിച്ചിട്ടില്ല. മതം ഒരു അനാവശ്യമാണെന്ന് പറഞ്ഞ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ വിപ്ലവം സൃഷ്ടിച്ചവർക്ക് പോലും മതത്തെ അവഗണിക്കാനാവാത്ത വിധത്തിൽ അവരുടെ സാമ്രാജ്യങ്ങൾ പോലും തകർന്ന്, ആ തകർന്നതിൻ്റെ ആ ഭൂമികയിൽ തന്നെ മതങ്ങൾ തഴച്ചു വളരുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ തുർക്കിയിൽ മതം തകർക്കാൻ ശ്രമിച്ചു, സോവിയറ്റ് റഷ്യയിൽ മതം തകർക്കാൻ ശ്രമിച്ചു, മതത്തിനിടമില്ലാത്ത ഏക സിവിൽ കോഡ് ഇവിടൊക്കെ നടപ്പാക്കി. പക്ഷെ ഇന്ന് തുർക്കി, ഇന്ന് റഷ്യ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. മതരാജ്യങ്ങൾ, മതബോധമുള്ള ജനതകൾ രാഷ്ട്രങ്ങളായി വേറിട്ട് മാറിയ, അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തിയ, കുഴിച്ചു മൂടപ്പെട്ട മതത്തെ യൂറോപ്പിൻ്റെ നെഞ്ചകത്ത് തിരിച്ചു പിടിച്ച തുർക്കിയെ
റഷ്യയെ, സോവിയറ്റ് യൂണിയനെ കാണുമ്പോൾ മതത്തിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയവർ ഇന്ന് ഈ വെല്ലുവിളി നടത്തുന്നവരെക്കാളൊക്കെ എത്രയോ വമ്പന്മാർ, ബുദ്ധിജീവികൾ, മതത്തിനെതിരുള്ള പ്രത്യയശാസ്ത്രം ചമച്ചവർ, അവരൊക്കെ ഇവരെക്കാൾ 1000 മടങ്ങ് തലച്ചോറുള്ളവരാണ്, വലിയ ആസൂത്രണ പദ്ധതികളുള്ളവരാണ്. പക്ഷെ അവരുടെ പദ്ധതികളെയൊക്കെ ലോകം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്, മതം പൊളിച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. മതത്തോട് കളിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ലോകചരിത്രം നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ രാജ്യത്ത് ഇന്ന് മതമനുസരിച്ചുള്ള ജീവിതത്തിന് ഭരണകൂടം തന്നെ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. പള്ളിക്കൂടങ്ങളിൽ ഡാൻസ് നിർബന്ധമാക്കുന്ന, അതുപോലെ തന്നെ മ്യൂസിക് നിർബന്ധമാക്കുന്ന, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിർബന്ധമാക്കുമ്പോൾ അതിലെ അരുതായികകൾ, അല്ലെങ്കിൽ അതിലെ വൾഗാരിറ്റികളുടെ സാധ്യതകൾ, അതിലെ അധാർമികതകളെ സംബന്ധിച്ച് മതത്തിൻ്റെ ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാൻ പോലും അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാവതാണോ? അങ്ങനെ ആദ്യമൊക്കെ ഇവിടെ പറയപ്പെട്ടു. പക്ഷേ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള പാകത നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ തൽക്കാലത്തേക്ക് കാണിച്ചിട്ടുണ്ട്. അത്രയും നല്ലത്. അതെന്നും നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിലും തൽക്കാലത്തേക്ക് അത് ഉൾക്കൊള്ളാൻ, കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്. മതം അനുശാസിക്കാൻ അത് ഏതിടത്തിലും, അത് സ്വകാര്യത്തിൽ മാത്രമല്ല പൊതുവിടത്തിലും ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിഗതമായ മതമനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന എവിടെയും പറയുന്നില്ലെന്നല്ല, മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട്. പള്ളിക്കൂടത്തിലും മതമാചരിക്കാൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പള്ളിക്കൂടം മതേതരമാകണമെന്ന് ഇന്ത്യയുടെ ഭരണകൂടത്തിൽ എവിടെയുമില്ല. എന്നിരിക്കെ പള്ളിക്കൂടത്തിൽ മതം എന്തിനാണ്, പൊതുവിടത്തിൽ മതം വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നമുക്ക് സ്വന്തമായി മതമനുസരിച്ച് ജീവിക്കുന്നത് ഏതുവരെ പ്രയാസമാകും? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഒരു കാലമുണ്ടാകും അന്ത്യനാളോടടുക്കുമ്പോൾ അൽ ആഖിദു ബിദീനിഹി, തൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ ഖൽഖാബിലി അലൽ ജംറ, തീയുടെ കട്ട, കനൽക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ ഓരോരുത്തരും ഇന്ന് മതമനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് അനായാസമായി അനുഷ്ഠിക്കുന്ന മതമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മതം അനുഷ്ഠിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കിക്കോ. എല്ലാവർക്കും സ്വീകാര്യമായ, ആർക്കും എതിർപ്പില്ലാത്ത, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമേ നമ്മൾ അനുസരിക്കൂ എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആളുകളല്ല. ഇന്ന് മതം മുറുകെ പിടിക്കുന്നവൻ, മതത്തിൻ്റെ ചിഹ്നങ്ങൾ ധരിക്കുന്നവൻ, 5 നേരം നമസ്കരിക്കുന്നവൻ, എന്നോടൊരു കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവൻ്റെ ഓഫീസിൽ, അവൻ്റെ സ്വകാര്യ ഓഫീസിൽ അവനൊരു മുസല്ല വിരിച്ച് നമസ്കരിക്കാൻ അവകാശമില്ല, ആരെയും ശല്യപ്പെടുത്താതെ. താടി വയ്ക്കാൻ അവകാശമില്ല, അതുപോലെ തന്നെ പലതും തട്ടമിടാൻ അവകാശമില്ല പള്ളിക്കൂടങ്ങളിൽ. ഇങ്ങനെ അത് വേണമെന്ന്, മതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭീഷണി സമൂഹത്തിൽ ഉയരുന്നില്ലെങ്കിൽ, ആ ഭീഷണിയോട് മുസ്ലിം സമൂഹം അവൻ്റെ വിശ്വാസത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ മതമല്ല, ആ മതത്തിന് അള്ളാഹുവിൻ്റെ അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? തീക്കട്ട കയ്യിൽ പിടിക്കും പോലെ എന്നാ. തീക്കട്ട കൈ പിടിച്ചാൽ എന്താ ചെയ്യുക? തീക്കട്ട കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ആ തീയുടെ പൊള്ളൽ സഹിക്കാൻ കഴിയാതെ വലിച്ചെറിയും. എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അല്പം പ്രയാസം സഹിച്ച് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവൻ ഈ ദീൻ വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലിച്ചെറിഞ്ഞോടുന്നവരുടെ എണ്ണമല്ലേ കൂടുന്നത്? ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതം മതി, എല്ലാവർക്കും സ്വീകാര്യമായ മതമൊക്കെ മതി, അവൻ വലിച്ചെറിയുമെന്നാണ് ആ ഹദീസ് സൂചിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ഉദാഹരണം! അല്ലെങ്കിലോ പൊള്ളിക്കൊണ്ട് കൈവെള്ള പൊള്ളി ഉരുകിക്കൊണ്ട് ആ ദീൻ മുറുകെ പിടിക്കേണ്ടി വരുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊള്ളുന്ന ദീനാണ് യഥാർത്ഥ ദീൻ. അവസാന നാളാകുമ്പോൾ കനൽക്കട്ട കയ്യിലിരിക്കുന്നത് പോലെ പൊള്ളുന്ന ഒരു ദീനുണ്ട്. ദീനിൻ്റെ ആളാണെന്ന് പരസ്യമായി പറയാൻ പോലും മടിക്കാത്ത, പൊതുവിടത്തിൽ മതമുണ്ടെന്ന് പറയാൻ നമുക്ക് മടി തോന്നേണ്ടുന്ന, പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഔറത്ത് മറയ്ക്കാൻ അവകാശമില്ലാത്ത, അഥവാ മറച്ചാൽ അത് ചോദ്യം ചെയ്യുന്ന, അവരെ പഴഞ്ചനായി മുദ്ര കുത്തുന്ന പ്രവണതകൾ വരുമ്പോൾ ഹിജറ പഠിപ്പിക്കുന്നത് എന്താണ്? ദീനനുസരിച്ചുള്ള ജീവിതം മക്കയിൽ സാധ്യമല്ലെങ്കിൽ മക്ക വിട്ട് മദീനയിലേക്ക്. ഇതാണ് എല്ലാ വർഷവും ഹിജറയുടെ സന്ദേശം നമ്മളിലേക്ക് ആവർത്തിച്ചു വരുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്.
അതുകൊണ്ട് ഇതില്ലാതെ ആരെങ്കിലും രക്ഷപ്പെട്ട് കളയുമെന്ന് കരുതണ്ട. അള്ളാഹു പറയുകയാണ്, ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറർ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ന്യായമായ ആവശ്യമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഹവും ധനവും എടുത്ത് പൊരുതുന്ന സമരം ചെയ്യുന്ന ആളുകളും ഒരിക്കലും തുല്യരല്ല. തക്ക കാരണങ്ങളില്ലാതെ ഒഴിഞ്ഞിരിക്കുന്നവരും. ധനവും ദേഹവും കൊണ്ട് സമരം ചെയ്യുന്ന ആളുകൾ, ധനവും ദേഹവും കൊണ്ട് സത്യദീനിനു വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. അലൽ ഖായിദീന ദറജ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എന്നാൽ എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നന്മ ചെയ്യുന്നവർക്കൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷേ ഉയർന്ന പദവികൾ ധനം ഉപയോഗിച്ച് അതുപോലെ തന്നെ ദേഹം ഉപയോഗിച്ച് പൊരുതുന്നവർക്കുള്ളതാണ്. വഫല്ലലല്ലാഹുൽ മുഹാജിരീന അലൽ ഖായിദീന അജ്റൻ അദീമാ. അതുപോലെ മുജാഹിദുകൾ, അല്ലാഹുവിൻ്റെ ദീനിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക്, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെക്കാൾ അല്ലാഹു വമ്പിച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഫലങ്ങളാണ് മുസ്ലിം കൊതിക്കേണ്ടത്. എങ്ങനെയെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയല്ല. കാത്തിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ പുരോഗതിയിൽ നിന്നും പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ, മാനസികമായ, ധാർമ്മികമായ നിലവാരം പടിപടിയായി വളർന്ന് ഉന്നതമായ നിലവാരത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള കിടമത്സരത്തിലാണ്, അധ്വാനത്തിലാണ് ഓരോ മുസ്ലിമും ഈ ലോകത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീനനുസരിച്ചുള്ള ജീവിതം പ്രയാസമാകുന്ന സാഹചര്യം വന്നാൽ അവിടെ ഹിജറയാണ്. ദീൻ വലിച്ചെറിയലല്ല, നാട് വലിച്ചെറിയലാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. പരിശുദ്ധ ഖുർആൻ പറയുകയാ, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം വഖാലു ഫീമ കുന്തും. അല്ലാഹു പറയുകയാണ്, മലക്കുകൾ മരിപ്പിക്കുമ്പോൾ, അതായത് അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ദീൻ മുറുകെ പിടിക്കുന്നതിന് വിഘാതമായ സാമൂഹികമായ പശ്ചാത്തലത്തിൽ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കും, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം. മലക്കുകൾ അവരോട് ചോദിക്കും, ആത്മാവിനോട് ദ്രോഹം ചെയ്തവരോട്. എങ്ങനെ? അവിശ്വാസികളുടെ ഇടയിൽ തന്നെ കഴിഞ്ഞുകൂടി ആത്മാക്കളോട് ദ്രോഹം ചെയ്തവരോട് മലക്കുകൾ ചോദിക്കും, കാലു ഫീമ കുന്തും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നുവെന്ന്. കാലു, അപ്പോൾ അവർ പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർളി. അല്ലാഹുവേ, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നുവെന്ന്. ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു അല്ലാ എന്ന് പറയുമ്പോൾ കാലു, മലക്കുകൾ ചോദിക്കും, അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തടത്ത് തന്നെ ജീവിക്കണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അള്ളാഹുവിൻ്റെ മലക്കുകൾ മരിക്കുന്നേരം ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഫതുഹാജിറൂ ഫീഹാ, നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാമായിരുന്നില്ലേ? ഫൗലൈക മഅവാഹും ജഹന്നം, അക്കൂട്ടരുടെ സങ്കേതം നരകമാണ്. വസാഅത് മസീറ, അത് ചീത്ത സങ്കേതമാണ്. അങ്ങോട്ടാ പോവുക. ദീനനുസരിച്ച് ജീവിക്കാൻ, പള്ളിക്കൂടത്തിൽ മക്കളെ അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായാൽ ഒത്തുപോവുക. ദീൻ വലിച്ചെറിഞ്ഞ് സാഹചര്യത്തോട് ഇണങ്ങി ജീവിക്കാൻ അവകാശമില്ലെന്നാണ് ഖുർആൻ പറയണത്. ഇത് ഹിജ്റയുടെ മെസ്സേജാ. ഫതുഹാജിറൂ ഫീഹാ. എന്താ ഉസ്താദ് ഇപ്പം ചെയ്യണ്ടേ? ദീനനുസരിക്കുക തന്നെ, അതിനപ്പുറത്ത് അപ്പീലൊന്നുമില്ല. അതിനെന്ത് ചെയ്യണോ അത് തന്നെ ചെയ്യണം. അല്ലാഹു പറയുകയാണ്, അങ്ങനെ ചെയ്താലോ, വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഹിജ്റ ചെയ്താൽ യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറ, ഭൂമിയിൽ അല്ലാഹു തആല അവന് ധാരാളം അഭയകേന്ദ്രങ്ങൾ ഒരുക്കി കൊടുക്കും. ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിൽ പീഡിതരായി ഹിജ്റ ചെയ്തു പോകേണ്ടി വരുന്ന ആളുകൾക്ക് അള്ളാഹു ചെല്ലുന്നിടങ്ങളിൽ അഭയകേന്ദ്രങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഹിജ്റയാകണം.
അല്ലാതെ ഗത്യന്തരമില്ലാത്ത ഹിജറയല്ല, ദീൻ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള ഹിജറ. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അനുകൂലമായ അഭയകേന്ദ്രങ്ങൾ ധാരാളം ഒരുക്കും. വസഅ ജീവിത വിശാലതയും. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജറ ചെയ്തുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ സുമ്മ യുദ്രിക്കുഹുൽ മൗത്തു, വഴിയിൽ വെച്ചവനെ മരണം പിടികൂടിയാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവൻ അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം അപ്പോൾ തന്നെ അവന് സ്ഥാപിതമായി കഴിഞ്ഞു. ഒരു മനുഷ്യായുസിൽ അള്ളാഹു നൽകാൻ നിശ്ചയിച്ച അവൻ്റെ പ്രതിഫലം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. ഹിജറ എല്ലാ വർഷവും ഹിജറയുടെ ഓർമ്മകൾ, ഹിജറയുടെ മെസ്സേജുകൾ മടങ്ങിയെത്തണം. ഹിജറ ചെയ്തു പോയ മുഹമ്മദ് മുസ്തഫയും സഹാബാക്കളും പ്രതികൂലമായ മദീനയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ ആദരിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇന്നും ഹിജറ ചെയ്ത് അല്പം പ്രയാസം സഹിച്ച് ഹിജറ ചെയ്തു പോയവർ ഹിജറയുടെ മണ്ണുകളിൽ സുരക്ഷിതരാകുന്നുണ്ട്. അവരും അവരുടെ പിൻഗാമികളും. നിങ്ങൾക്കറിയുമോ, യൂറോപ്പ് ഇസ്ലാമിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്ന്? ഈ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികളുടെ 2-3 TV ചാനലുകൾ ഞാൻ കണ്ടു. ഗുഡ്നസ് TV. അവരെല്ലാം ഇരുന്ന് കരയുകയാണ്. യൂറോപ്പ് പോയി, അമേരിക്ക പോയി, ഇസ്ലാമിന് കീഴടങ്ങി. നിങ്ങളെടുത്ത് കണ്ടോ, അവരുടെ കൂട്ട നിലവിളിയാണ്. യൂറോപ്പ് ഇസ്ലാമിന് കീഴടങ്ങി, അമേരിക്ക കീഴടങ്ങി. സൊഹറാം മന്ദാനി ന്യൂയോർക്കിൻ്റെ മേയറാകാൻ പോകുന്നു, നിലവിളിയാണ്. ട്രംപ് തന്നെ അയാൾക്കെതിരിൽ സംസാരിക്കുന്നു. എന്താ കാര്യം? അയാൾ ഒരു ശത്രുവാണ്, ഭീഷണിയാണെന്ന് തോന്നി. ജനാധിപത്യപരമായി ന്യൂയോർക്ക് ഒരു മുസൽമാനെ തെരഞ്ഞെടുക്കുമെന്നിടത്തേക്ക് എത്തുമ്പോൾ ലണ്ടൻ, ബ്രിട്ടൻ, ഇംഗ്ലണ്ടിൽ 7 മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മുസ്ലിം മേയർമാരാണ്, ലണ്ടനിലടക്കമെന്നറിയുമ്പോൾ നാട് വിട്ട് ഹിജറ ചെയ്തു പോയവർ ചെല്ലുന്നിടത്ത് അല്ലാഹു തആല അവർക്ക് അഭയം മാത്രമല്ല അധികാരം വരെ നൽകുന്ന ഉദാഹരണങ്ങൾ. ഒട്ടും പ്രതീക്ഷയില്ലാത്ത കേന്ദ്രങ്ങളിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലെങ്കിൽ യജിദ് ഫിൽ അർളി, പോകുന്നിടത്ത് നമ്മൾ അല്ലാഹു അവൻ്റെ ദീനും മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ അള്ളാഹു അവിടെയും നമുക്ക് അഭയം തരും. പക്ഷേ ദീൻ വലിച്ചെറിയാൻ തീരുമാനിച്ച് ഏത് നാട്ടിൽ നമ്മൾ അള്ളിപ്പിടിച്ച് കിടന്നാലും അവിടെ നമുക്കൊരു സുരക്ഷിതത്വവും ഉണ്ടാവില്ല. ഞാൻ കേരളത്തിൽ തന്നെ, ഞാൻ ഇന്ത്യയിൽ തന്നെ എന്നങ്ങ് തീരുമാനിച്ച് ദീൻ വലിച്ചെറിയാനാണ് നമ്മുടെ ഭാവമെങ്കിൽ സുരക്ഷിതത്വത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഹിജറ, ഈ പരിശുദ്ധമായ ഈ വർഷം കടന്നു വരുമ്പോൾ, മുഹറം കടന്നു വരുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഹിജറയാകട്ടെ ഇസ്ലാമിക കലണ്ടറിൻ്റെ ആധാരമെന്ന് നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഈ മുഹറത്തിൻ്റെ 1-ാം തീയതി മുതൽ ആരംഭിച്ച് 10-ൽ എത്തിച്ചേരുന്ന വലപ്പെട്ട ദിനരാത്രങ്ങൾ, അത് നമുക്ക് നൽകുന്ന വേറൊരു വലിയ വമ്പൻ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ്? ഈ മുഹറത്തിൻ്റെ പവിത്രമായ നാളുകൾ അള്ളാഹു പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളുള്ള ഒരു വർഷത്തിൽ 4 സവിശേഷ മാസങ്ങളുണ്ട്, പവിത്ര മാസങ്ങൾ. മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം, ആ മാസങ്ങളുടെ വിലയറിഞ്ഞ് പ്രവർത്തിക്കലാണ് യഥാർത്ഥ ദീൻ. സമയത്തിൻ്റെ മൂല്യമറിഞ്ഞ് പ്രവർത്തിക്കലാണ് വളയാത്ത ദീൻ. ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ ദിവസങ്ങളിൽ ആരും ആത്മദ്രോഹം ചെയ്തേക്കരുതേ. ആത്മദ്രോഹം പൊറുക്കാത്ത പാപമാണ്. അന്യദ്രോഹം മാത്രമല്ല, പരദ്രോഹം മാത്രമല്ല, ആത്മാവാണ് യഥാർത്ഥത്തിൽ ഒരു പരിക്കുമേൽക്കാതെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത്. ലാ തളിമു ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ പരിക്ക് പറ്റിക്കരുതേ. പരിശുദ്ധമായ മുഹറം 10 മോചനത്തിൻ്റെ പ്രത്യാശകൾ സമ്മാനിക്കുന്ന മുഹറം 10 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10ൻ്റെ സവിശേഷതയായി നമ്മോട് പഠിപ്പിച്ചത്, അന്ന് അല്ലാഹു തആല നമ്മുടെ പ്രവാചകന്റെ ചരിത്രവുമായി, നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ ലോകക്രമവുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഒരു നബിയുണ്ട്. ആ നബിയുടെ പേര് മൂസ നബി എന്ന. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞ നബിയാണ്. 136 വട്ടം 34 സൂറത്തുകളിൽ മൂസാ നബിയെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു അഖി മൂസ, എൻ്റെ സഹോദരൻ മൂസയ്ക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ലഖദ് ഊദിയ മിന്നി, എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. ഫസബറ, അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറഞ്ഞ മൂസ നബിയുടെ ആ സാഹചര്യത്തിന് ഈ പുതുവർഷ പുലരിയിൽ ഈ മുഹറം മാസത്തിൻ്റെ 10-ൽ പ്രാധാന്യമുണ്ട്. കാരണം എന്താ?
മൂസ നബിയുടെയും ഫറോവയുടെയും ചരിത്രം വംശീയതയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ചരിത്രമാണ്. ലോകത്തൊരു കാലത്തും മാഞ്ഞു പോകാത്ത, ഇന്ന് ഇന്ത്യയിലെ ബ്രാഹ്മണിസവും ഇറാനിലെ ആര്യനിസവും ചേർന്ന് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിസം വംശീയത, അതുപോലെ തന്നെ ഇസ്രയേലിലെ ജൂതായിസം, മധ്യേഷ്യയിൽ നടപ്പിക്കൊണ്ടിരിക്കുന്ന വംശീയത, അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ക്രിസ്ത്യാനിസം അവിടങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വംശീയത, അതാണ് ലോകത്തിൻ്റെ ശാപം. ലോകത്തിനാകെ ഒരു ഭീഷണി, അന്നെന്ന പോലെ ഇന്നും ലോകത്തിൻ്റെ എക്കാലത്തെയും ഭീഷണി വംശീയതയാണ്. മനുഷ്യർക്കിടയിൽ തുല്യത കൽപ്പിക്കാനാവാത്ത വംശീയതയാണ്. ആ വംശീയതയുടെ വക്താവായ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ കുഴിച്ചു മൂടി. വംശീയതയുടെ നേതാവായ തലതൊട്ടപ്പനായ ഫറവോനെ അല്ലാഹു തആല നശിപ്പിച്ച ഒരു മഹാദിനമാണ് മുഹറം എന്ന് ഹിജ്റയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മുഹറമിലെ വംശീയതയ്ക്കെതിരായ അള്ളാഹുവിൻ്റെ വിമോചനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ മാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഈ സന്ദേശങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഈ മുഹറം കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ മുഹറം 10 ഒരു നോമ്പ് വയ്ക്കണം. നോമ്പ് വെച്ചാൽ കിട്ടുന്ന സാമാന്യമായ പുണ്യത്തിൽ നമുക്ക് പങ്കുണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അല്ലാഹു തആല ഫിർഔനെ നശിപ്പിച്ച വംശീയതയുടെ, അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ നേരമില്ല, ഭിന്നിപ്പിക്കലിൻ്റെ, അതുപോലെ തന്നെ ലോകത്ത് ജനങ്ങളെ, സ്വന്തം ജനതയെ അപരവൽക്കരിച്ചതിൻ്റെ എല്ലാം നേതൃത്വം നൽകിയ ഫിർഔൻ എന്ന അള്ളാഹു എന്നിട്ട് ലോക ജനതയ്ക്ക് പാഠമാകാൻ അൽ യൗമ നുനജ്ജീക ബിബദനിക്, നിന്റെ ബോഡി ഞാൻ എടുത്തു വയ്ക്കും, ലിതകൂന ലിമൻ ഖൽഫക ആയ, പിൽക്കാലക്കാർക്ക് പാഠമാകാൻ വേണ്ടി എന്ന് പറയപ്പെട്ട ഫിർഔനിൻ്റെ ഇന്നും ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തിൽ ആ ജഡം സൂക്ഷിക്കപ്പെടുന്ന ഫിർഔനിൻ്റെ ഈ വിനീതൻ കണ്ടിട്ടുള്ളതാണ്. ആ ഫറോവ അവൻ ലോക ചരിത്രത്തിൽ നമുക്ക് നൽകുന്ന, അവൻ്റെ നാശം നൽകുന്ന ഒരു സന്ദേശം, അവനെതിരിൽ വിജയം വരിച്ച മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാകണം ഓരോ വർഷവും ഈ സമുദായം അവൻ്റെ വർഷാരംഭത്തിന് തുടക്കം കുറിക്കേണ്ടത്. ഹിജ്റയിൽ നിന്നവൻ പഠിക്കണം. മതം വലിച്ചെറിഞ്ഞുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളല്ല. മതത്തിന് വേണ്ടി ഹിജ്റ ചെയ്യേണ്ടി വന്നാൽ, ഉപജീവനത്തിന് വേണ്ടി അമേരിക്കയിൽ പോകാമല്ലോ, ഗൾഫിൽ പോകാമല്ലോ, പഠിക്കാൻ വേണ്ടി റഷ്യയിൽ പോകാമല്ലോ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒന്ന് മാറി താമസിക്കാൻ പോലും മനസ്സില്ലെന്ന് പറയുന്നവൻ്റെ വിശ്വാസം അള്ളാഹുവിങ്കൽ പരിഗണനീയമാവുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഹിജ്റ ഓരോ വർഷവും നമുക്ക് തരുന്നുണ്ട് എന്ന് ഈ സമുദായം നന്നായി ഓർക്കുക. പ്രയാസങ്ങൾ ഏറി വരികയുള്ളൂ. ദീൻ വേണോ നമുക്ക്? അള്ളാഹുവിനല്ല നമുക്ക് ദീൻ വേണമെന്ന് നിർബന്ധമുള്ളത്. നമുക്കാണ് നമ്മുടെ ദീൻ കൊണ്ട് ഗുണമുണ്ടാകേണ്ടത്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ ദീനിലാണ് അള്ളാഹു ഒതുക്കി വെച്ചതെങ്കിൽ ആ ദീനിനെ മുറുകെ പിടിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. അവിടെയാണ് അള്ളാഹുവിൻ്റെ രക്ഷ, അവിടെയാണ് വിമോചനം കുടികൊള്ളുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികളായ, ലോകത്തെ സർവത്ര തിന്മകളുടെയും ഉപജ്ഞാതാക്കൾ, ഇസ്ലാമിനെതിരിലുള്ള ആ വർഗത്തിൻ്റെ എതിർപ്പിൻ്റെ, ജൂത സമൂഹത്തിൻ്റെ എതിർപ്പിൻ്റെ കാരണം എന്താ? ഇസ്ലാം ഒരിക്കലും അതിൻ്റെ നിലപാടുകളിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടെ ഡാൻസും പറഞ്ഞാണല്ലോ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് പ്രശ്നം? മതം എന്ന നിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറല്ലാത്ത ഒരു സമുദായമാണിത്. സ്വവർഗ ലൈംഗികത, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല മുസ്ലിങ്ങൾക്ക്. ഇക്വാലിറ്റി എന്ന പേരിൽ ആണും പെണ്ണും ചേർന്നുള്ള അനാചാരങ്ങൾ, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല മുസ്ലിമിന്. അതുപോലെ തന്നെ മയക്കുമരുന്ന് നിയമപരമാക്കണമെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല ഇസ്ലാമിന്. കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും സെക്സ് ചെയ്യാം, ഇൻസെസ്റ്റ്. കഴിഞ്ഞ ദിവസം യുക്തിവാദികളുടെ സമ്മേളനത്തിൽ രക്തബന്ധമുള്ളവരുമായി ലൈംഗിക ബന്ധം പാടുണ്ട്, എന്തുകൊണ്ട് പാടില്ല? കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആകാമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ പ്രവണതകൾ നമ്മുടെ പള്ളിക്കൂടങ്ങളിലൂടെ നമ്മളറിയാതെ അരിച്ചരിച്ച് കയറി വരികയാണ്. ഇത് വരുമ്പോൾ ഇത് നാം അരുത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളോടുള്ള പ്രശ്നം? യുക്തിവാദികളുടെ തലവനായ രവി ചന്ദ്രൻ എന്നവൻ പറഞ്ഞു, ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് അവർ വഴങ്ങുന്നില്ല. ഏതാ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്? ഏതാണ്? ഇൻസെസ്റ്റ് ആകാം, സ്വവർഗരതിയാകാം, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി വേണം. ഇതൊക്കെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായി മാറുന്നു.
മറ്റു മതങ്ങളൊക്കെ ഞങ്ങൾക്ക് വഴങ്ങി. മറ്റു മതങ്ങളൊക്കെ വഴങ്ങി. ഹിന്ദുമതം വഴങ്ങി, മിണ്ടുന്നില്ല. ക്രിസ്ത്യാനിറ്റി, ഇസ്രായേൽ, ജൂതമതം വഴങ്ങി, മിണ്ടുന്നില്ല. ഇസ്ലാം മാത്രം വഴങ്ങുന്നില്ല. വഴങ്ങാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇല്ല, ഈ സമുദായം ഉള്ളിടത്തോളം കാലം വഴങ്ങില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച് ധീരമായി മുന്നോട്ട് പോകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് ഹിജ്റയുടെ ഓർമ്മകളുമായി പുതുവർഷം വരുന്നത്. മുഹറമിൻ്റെ ഓർമ്മകളുമായി ഈ ജൂദായിസത്തോടുള്ള ശക്തമായ വിയോജനക്കുറിപ്പുമായി വരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി ഈ പുണ്യമാസത്തിൽ നോമ്പ് വെക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇനി റസൂലുള്ളാഹി പറഞ്ഞു, സൂമു യൗമ ആഷൂറ, ആഷൂറ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് വെക്കണം. വഖാലിഫു ഫീഹിൽ യഹൂദ്, ജൂതരോടന്ന് നിങ്ങൾ എതിരാവുകയും വേണം. ജൂതരും നമ്മളോടൊപ്പം നോമ്പ് വെക്കും, മൂസാ പ്രവാചകനെ രക്ഷിച്ചെന്ന് പറഞ്ഞ്. പക്ഷെ ജൂതരോടൊപ്പം ജൂതരെ പോലെയല്ല നിങ്ങൾ നോമ്പ് വെക്കേണ്ടത്. ഖാലിഫു, അവരോട് എതിരുണ്ടാകണം നിങ്ങൾക്ക്. സൂമു ഖബ്ലഹു യൗമ ഔ ബഅദഹു യൗമ, അതുകൊണ്ട് അതിൻ്റെ മുമ്പൊരു ദിവസമോ പിമ്പൊരു ദിവസമോ ചേർത്ത് വെക്കുക. ജൂതനോട് ഒരിക്കാലത്തും സമരസപ്പെടാൻ പറ്റില്ല. അവൻ്റെ സംസ്കാരത്തിൽ മാനുഷികമായ ബന്ധങ്ങൾ പാടില്ലെന്നല്ല പറയുന്നതിനർത്ഥം. അവൻ്റെ സംസ്കാരം എപ്പോഴും വൃത്തികേടുകൾക്ക്, വൾഗാരിറ്റിക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം അവനുണ്ട്. നിങ്ങൾ അവനോട് ചേർന്നാൽ നിങ്ങൾ അവൻ്റെ ഭാഗമായി അറിയാതെ മാറിപ്പോകും. അതുകൊണ്ട് ജൂതനോട് എതിരാകാൻ മുഹറം 10 അള്ളാഹുവിൻ്റെ അനുശാസന പ്രകാരം ജൂതൻ നോമ്പ് വെക്കുമ്പോൾ നിങ്ങളും നോമ്പ് വെക്കുന്നെങ്കിൽ ഒരു ദിവസം മുമ്പോ ഒരു ദിവസം പിമ്പോ ചേർത്ത് വെച്ചവനോട് എതിരാകണമെന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ, നോമ്പിൽ പോലും എതിരാകണമെങ്കിൽ, ആരാധനയിൽ പോലും എതിരാകണമെങ്കിൽ, അവൻ്റെ സെക്സിൽ നമുക്ക് അനുകൂലമാകാമോ? അവൻ്റെ സ്വവർഗരതിയിൽ നമുക്ക് അനുകൂലമാകാമോ? അതുപോലെ തന്നെ അവൻ്റെ ഹെയർ സ്റ്റൈലിൽ നമുക്ക് അനുകൂലമാകാമോ? അങ്ങനെ അവൻ്റെ ജീവിത സംസ്കാരത്തിൽ അനുകൂലമാകാമോ? അരുത് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്തേണ്ട സമയമാണ് മുഹറം 10. വെറും ഒരു നോമ്പല്ല, ലോകം മുഴുവൻ നാശം വിതച്ച് സാംസ്കാരികമായ ശൈഥില്യം, അരാജകത്വം സൃഷ്ടിക്കുന്ന ജൂദായിസത്തോടുള്ള ശക്തമായ വിയോജിപ്പുള്ളിൽ പേറിക്കൊണ്ട് തന്നെയാകണം നാം നോമ്പ് വെക്കേണ്ടത്. ആ വർഗം ലോകത്തിൽ നിന്നും സൃഷ്ടിക്കുന്ന അരാജകത്വവും നാശവും എത്ര വലുതാണ്. അല്ലാഹു തആല നമുക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റും ദുആക്കളും സദഖകളും ഒക്കെ വർദ്ധിപ്പിക്കുക. അതുപോലുള്ള ധാരാളം നന്മകൾ ഈ ദിവസങ്ങളിൽ നാം ചെയ്യണം. വീട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം നൽകുക, അവർക്ക് വിശാലത നൽകുക, അവർക്ക് സന്തോഷം നൽകുക പോലുള്ള നന്മകളൊക്കെ ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ നന്മകളിൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ശനിയും ഞായറുമാണ് മുഹറമിൻ്റെ 9ഉം 10ഉം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിരാമ്പട്ടണത്തും അതുപോലെ തന്നെ ബഡ്ഖലിലുമൊക്കെ നിലാവ് കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ശനിയും ഞായറും എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് മുഹറമിൻ്റെ 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് വലിയ പ്രതിഫലത്തിന് കാരണമാണ്. അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വലിയ പരിവർത്തനങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ വലിയ സഹായങ്ങൾക്ക് നിമിത്തമാണ്. അത്തരത്തിൽ അതിനെ ശ്രദ്ധിക്കുവാനും പരിഗണിക്കുവാനും നോമ്പ് അനുഷ്ഠിക്കുവാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൻ്റെ പേരിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ശൈഥില്യം ആർക്കെങ്കിലും ബോധ്യപ്പെടുന്നത് പിറ്റേന്നാണെങ്കിൽ അങ്ങനെ വെച്ചോ, അതും പറഞ്ഞ് തർക്കിച്ച് ജൂദായിസം, ഫറോനിസം ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഈ സുന്നത്ത് നോമ്പിൻ്റെ പേരും പറഞ്ഞ് പടച്ചോനെ ഓർത്തുന്നോ ആരും ഭിന്നിപ്പിക്കാനും ശ്രമിക്കരുതേ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇനി ആർക്കെങ്കിലും അത് ബോധ്യമല്ല അവർ പിറ്റേന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഇനി തലേന്ന് വെക്കുന്ന വെച്ചോളൂ, പക്ഷേ ഇതാണ് നമുക്ക് ബോധ്യപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെയാകാം. നമ്മുടെ ബോധ്യം ഇതാണ്. നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്കൊക്കെ പരിശുദ്ധ ദീൻ അതിൻ്റെ ഓരോ സന്ദേശങ്ങളും നമുക്ക് കൈമാറി തരുന്ന അടിസ്ഥാനപരമായ പ്രചോദനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമലുകൾ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാനും അവൻ്റെ സഹായത്തിന് അർഹരാകാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.